ജുജുത്സു കൈസൺ സീസൺ 2 ദ ഷിബുയ ഇൻസിഡൻറ്റ് സംഭവം ഇപ്പം ജസ്റ്റ് കണ്ടു തീർത്തതേ ഉള്ളൂ. ആൻഡ് വാട്ട് ദ ഹെൽ മാൻ, എന്ത് ജാതി ഐറ്റമാണ് ഇതൊരു റോളർ കോസ്റ്റർ ഐറ്റമായിരുന്നു. അങ്ങ് തുടക്കം തൊട്ട് അവസാനം വരെ കണ്ടിരുന്നവൻ്റെ, അതായത് ഓരോ ആഴ്ചയും വെയിറ്റ് ചെയ്ത് ഓരോ എപ്പിസോഡും വെച്ച് കണ്ടിരുന്നവൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് അത് ലൈഫ് ടൈം സെറ്റിൽമെൻ്റ് ആണ്. ഒരു രക്ഷയില്ല. ഒരു ജാതി ഏറ്റവും ഇവന്മാരെങ്ങനെയാണ് ഇങ്ങനൊരു സ്റ്റോറിയിലോട്ട് കൊണ്ട് ജുജുത്സു കൈസനെ എത്തിച്ചതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. കാരണം സീസൺ 1 കണ്ട സമയത്തൊന്നും എനിക്ക് ഇത്ര വലിയൊരു ഫീല് കിട്ടിയിരുന്നില്ല. കുറേ ഗംഭീര ക്യാരക്ടേഴ്സ് ഉണ്ട്, അത്യാവശ്യം നല്ല ആനിമേഷൻ ഉണ്ട്, നല്ല ഫൈറ്റ് സീക്വൻസുകൾ ഉണ്ട് എന്നതിനപ്പുറത്തേക്കായിട്ട് ഇത് ഇത്രയും വലിയൊരു ഇമോഷണൽ റോളർ കോസ്റ്ററിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നതെന്ന് ഞാൻ ജന്മത്തിൽ വിചാരിച്ചില്ല. പക്ഷേ നമ്മുടെ ജുജുത്സു കൈസൺ 0 എന്ന സിനിമ തിയേറ്ററിൽ പോയി കണ്ടപ്പോൾ കിട്ടിയ എക്സ്പീരിയൻസ് ഒന്ന് വേറെയായിരുന്നു. അതുകൊണ്ട് തന്നെ സീസൺ 2 വേണ്ടി കട്ട വെയിറ്റിംഗ് ആയിരുന്നു. ആൻഡ് ഒരു ശതമാനം പോലും ഡിസപ്പോയിൻറ്റഡ് ആയിട്ടില്ല. അമ്മാതിരി സാധനം വേറെ ലെവലായിട്ട് എടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. വാട്ട് ആൻ എക്സ്പീരിയൻസ് പറഞ്ഞാൽ ഒരുപാടുണ്ട്. അമ്മാതിരി ലെവലിൽ അവർ ഷിബുയ ഇൻസിഡൻറ്റിനെ നമ്മുടെ മുന്നിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ആൻഡ് എടുത്തു പറയേണ്ടത്, ബിഗ് സല്യൂട്ട് കൊടുക്കേണ്ടത് മപ്പയുടെ ആനിമേറ്റേഴ്സിനാണ്. കാരണം അവരെടുക്കുന്ന പണി, എന്ത് ജാതി പണി എടുത്തിട്ടാണ് അവരിപ്പോൾ ഈ ഒരു സീരീസ് നമ്മുടെ മുന്നിലേക്ക് കൊണ്ട് വെച്ചേക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. കാരണം ഒരുപാട് പ്രോജക്ട്സിലൂടെ തല പുകഞ്ഞാണ് മപ്പയുടെ സ്റ്റാഫ്സ് പോകുന്നതെന്ന് കേട്ടിട്ടുണ്ട്. റീസെൻ്റ്ലി മപ്പയിലെ തന്നെ ഒരുപാട് സ്റ്റാഫ്സ് വന്നിട്ട് അവർക്ക് ഓവർ വർക്ക് വരുന്നുണ്ട്, വർക്ക് ലോഡ് കിടപ്പുണ്ട്, ഒരുപാട് ബുദ്ധിമുട്ടാണെന്നൊക്കെ പറഞ്ഞ് വൻ വയറിൽ വൻ ചർച്ചാ വിഷയമൊക്കെ ആയിരുന്നു. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിലാണ് അവർ ജുജുത്സു കൈസൻ്റെ സീസൺ 2 നമ്മുടെ മുന്നിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ആൻഡ് ഗൈസ്, ദർ ഇസ് എ ഗുഡ് ന്യൂസ്. ഇതൊരു ഗുഡ് ന്യൂസ് ആണോ ബാഡ് ന്യൂസ് ആണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. കാരണം ജുജുത്സു കൈസൻ്റെ സീസൺ 3 അവർ ഒഫീഷ്യലായിട്ട് തന്നെ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പം മപ്പയുടെ ആനിമേറ്റേഴ്സിൻ്റെ കാര്യം എന്താവും എന്ന് എനിക്ക് അറിഞ്ഞൂടാ. കാരണം അവർക്കൊരു റെസ്റ്റ് വേണ്ടത് അനിവാര്യമായിരുന്നു. ഇനി അങ്ങോട്ട് വൺ പഞ്ച് മാൻ്റെ സീസൺ 2 വരുന്നുണ്ട്, ഹെൽസ് പാരഡൈസിൻ്റെ സീസൺ 2 അനൗൺസ് ചെയ്തിട്ടുണ്ട്, കൂടാതെ ചെയിൻസോ മാൻ്റെ ഒരു മൂവി വരുന്നുണ്ട്. മപ്പയുടെ ആനിമേറ്റേഴ്സ് എങ്ങനെ ജീവിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമുണ്ട്. പക്ഷേ അപ്പാർട്ട് ഫ്രം ദാറ്റ്, ജുജുത്സു കൈസൺ സീസൺ 2 വാസ് ബ്രില്യൻ, മാഗ്നിഫിസൻറ്റ്, ഇമോഷണൽ റോളർ കോസ്റ്റർ. പറഞ്ഞാൽ അങ്ങനെ അങ്ങ് പോവേണ്ടി വരും. ഇതിനകത്ത് ആനിമേഷനിൽ കുറച്ച് പിഴവുകളൊക്കെ ഉണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ ഓവറോൾ വേറെ ലെവലായിട്ട് അതിൻ്റെ ആനിമേറ്റേഴ്സ് എത്ര ഗംഭീരമായിട്ട് എടുത്ത് വെക്കാൻ പറ്റുമോ അത്രയും രസത്തിന് വണ്ടർഫുൾ ആയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു സീസൺ 2 കടക്കുകയാണെങ്കിൽ സീസൺ 1 ശേഷമുള്ള സ്റ്റോറിയാണ് സീസൺ 2 വരുന്നത്. അപ്പോൾ നമുക്ക് എല്ലാ ക്യാരക്ടേഴ്സിനെയും, സീസൺ 1 കണ്ട എല്ലാ ക്യാരക്ടേഴ്സിനെയും കാണുവാൻ സാധിക്കുന്നുണ്ട്. ഷിബുയ എന്ന് പറയുന്ന സ്ഥലത്ത് നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. അപ്പോൾ ആ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി നമ്മുടെ നായകനായിട്ടുള്ള, അല്ലെങ്കിൽ മെയിൻ ക്യാരക്ടറായിട്ടുള്ള ഗോജോ പോകുന്നു. ഗോജോ പോകുന്നതിന് പിന്നാലെ അവിടെ വലിയൊരു പ്രശ്നം ഉണ്ടാകുന്നു. ഗോജോ പെട്ടുപോകുന്നു, മറ്റ് ക്യാരക്ടേഴ്സ് വരുന്നു. അതിനിടയ്ക്ക് അവിടെ വന്നടി, വില്ലന്മാരും നായകന്മാരും തമ്മിൽ മാരകടി, അടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണ് പൊട്ടനടി, ഒരു രക്ഷയില്ല. തുടക്കം തൊട്ട് അവസാനം വരെ ഫൈറ്റ് സീക്വൻസുകളാണ്, അതും മാരക ലെവൽ ഐറ്റംസ്. നമ്മുടെ അങ്ങ് ഇറ്റാഡ് ഒരു UG തുടങ്ങിയിട്ട് റോമൻ സുക്കുണ വരെ കയറി നിന്ന് പൊളിക്കുന്ന തരത്തിലുള്ള മാരക ഫൈറ്റ് സീക്വൻസുകളാണ് വന്നു പോകുന്നത്. ആൻഡ് സീസൺ 2 ഒരു ക്യാരക്ടർ വരുന്നുണ്ട്, ടോജി. എൻ്റെ മോനെ, എന്ത് ജാതി ഐറ്റം ആണെന്നറിയോ ടോജി, ഒരു രക്ഷയില്ല. ടോജി സെനി എന്ന് പറയുന്ന ക്യാരക്ടർ നമ്മുടെ ബ്ലാക്ക് ക്ലവറിനകത്തെ ആസ്തേ പോലത്തെ ഒരു ക്യാരക്ടറാണ്. അതായത് ആ ഒരു ക്യാരക്ടറിന് കെർസൺ എനർജി ഇല്ല, അല്ലെങ്കിൽ അതിനെ റെക്കഗ്നൈസ് ചെയ്യാനുള്ള പവർ ഇല്ല. അപ്പോൾ അങ്ങനെ ഒരു ക്യാരക്ടർ ഒരു സ്പെഷ്യൽ ഗ്രേഡ് ലെവലിൽ നിൽക്കുവാണ്, അത്രയും പവർഫുൾ ആയിട്ട് നിൽക്കുവാണ്. ഇതിൻ്റെ തുടക്കത്തിൽ, അതായത് ഈ ഒരു ജുജുത്സു കൈസൻ്റെ സീസൺ 2 തുടക്കത്തിലെ കുറച്ച് എപ്പിസോഡ്സ് എന്ന് പറയുന്നത് മെയിനായിട്ട് നമ്മുടെ ഗത്തോടെയും അതുപോലെ തന്നെ ഗോജോടെയും പാസ്റ്റിനെ കാണിക്കുന്ന ഒരു സംഭവമായിരുന്നു. അപ്പം ആ ഒരു പാസ്റ്റിൽ ഈ ഒരു ടോജി വന്നിട്ട് കാണിക്കുന്ന ചില മാസ് സീൻസൊക്കെ ഉണ്ട്, എൻ്റെ പൊന്നു. പിന്നെ ബാക്കി അങ്ങോട്ട് ഞാൻ പറയണില്ല. അപ്പോൾ ഇതിനെപ്പറ്റി പറയാനാണെങ്കിൽ ഒരുപാട് സ്പോയിലേഴ്സ് ഉണ്ട്, പക്ഷേ ഞാൻ സ്പോയിലേഴ്സ് ആക്കി പറഞ്ഞ് നശിപ്പിക്കുന്നില്ല. സീസൺ 2 അതൊരു മാഗ്നിഫിസൻറ്റ് റൈഡായിരുന്നു, ഒരു രക്ഷയില്ലായിരുന്നു. ഇത്രയും ഗംഭീര ഒരു എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ ഒരു ആനിമെ ഇത്രയും വെയിറ്റ് ചെയ്ത് ഓരോ എപ്പിസോഡുകളും കാണുന്നത് ഇത് ആദ്യമായിട്ടാണ്. ഈവൻ അറ്റാക്ക് ഓൺ ടൈറ്റാനും അതുപോലെ തന്നെ ഒരുപാട് മേജറായിട്ടുള്ള ആനിമേസും ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ കൂടെ ഇതൊരു ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് എക്സ്പീരിയൻസ് ആണ് എനിക്ക് നൽകിയത്. കാരണം എപ്പിസോഡ് എപ്പോൾ ഇറങ്ങുമെന്ന് നോക്കിയിരുന്നിട്ട് ഞാൻ കാണും. ഇപ്പോൾ പോലും ആക്ച്വലി ഞാൻ വർക്കിനിടയിൽ കിട്ടണ സമയത്തിരുന്ന് കണ്ടു തീർത്തിട്ടാണ് ഞാൻ എൻ്റെ റിവ്യൂ ഇടുന്നത്. കാരണം ഇതങ്ങോട്ട് സ്കിപ്പ് അടിക്കാൻ പറ്റാത്ത രീതിയിൽ, നമുക്കൊരു മിനിറ്റ് പോലും ഈ ഒരു ആനിമെ കാണാണ്ടിരിക്കാൻ പറ്റാത്ത രീതിയിൽ നമ്മളെ എൻഗേജ്ഡ് ആക്കി വെക്കുന്നുണ്ട്. അത്രയും ബ്രില്യൻ്റ് ആയിട്ട് പോർട്രേ ചെയ്തിട്ടുണ്ട്. ഞാൻ എടുത്തു പറയേണ്ട ഒരു കാര്യം, സീസൺ 1 നിന്നും സീസൺ 2 വരുമ്പോഴത്തേനും നമുക്ക് സ്റ്റോറി ഒരു തുള്ളി പോലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. എന്ത്, എപ്പോൾ, എങ്ങനെ, ആർക്ക് എന്തൊക്കെ സംഭവിക്കും
ഒന്ന് ചിന്തിച്ചു പോലും നോക്കാൻ പറ്റത്തില്ല. അമ്മാതിരി സംഭവങ്ങളാണ് നടക്കുന്നത്. ഞാൻ ആകെ കണ്ടിട്ടുള്ളൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഈ ഒരു JJKയുടെ ഫാൻഡമാണ്. ഈ ഒരു JJKയുടെ മാങ്ക ഫാൻഡമാണ്. കാരണം ഇവന്മാർ മാങ്ക വായിച്ചിട്ട് ഉള്ള എഡിറ്റ്സിൻ്റെ അടിയിലും ആരെങ്കിലും റിവ്യൂ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ റിപ്ലൈ ആയിട്ട് വന്നിട്ട് കുറേ സ്പോയിലേഴ്സ് അങ്ങോട്ട് ഇട്ട് മെഴുകുവാണ്. എനിക്ക് അറിഞ്ഞൂടാ എന്തിനാണ് ഇങ്ങനത്തെ വൃത്തിയായിട്ട പരിപാടി കാണിക്കുന്നതെന്ന് അറിഞ്ഞൂടാ. കാരണം നിങ്ങൾ മാങ്ക വായിച്ചിട്ട് നിങ്ങൾക്ക് ആ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് സ്പോയിലർ ടാഗ് എങ്കിലും വെച്ചിട്ട് ഷെയർ ചെയ്യുക. ജസ്റ്റ് ചുമ്മാ ഏതെങ്കിലും ഇൻസ്റ്റാഗ്രാം വീഡിയോസിൻ്റെയോ എഡിറ്റ്സിൻ്റെ ഒക്കെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് നെക്സ്റ്റ് എന്ത് സംഭവിക്കും, അടുത്ത ക്യാരക്ടറിന് എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ചുമ്മാ സ്പോയിലർ ഇട്ട് വിടുവാണ്. പല ആൾക്കാരുടെ എക്സ്പീരിയൻസ് റൂവിനായിട്ടുണ്ട്. ഫോർ മീ എനിക്കൊരു മേജർ ക്യാരക്ടറിന് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളൊരു മാസീവ് സ്പോയിലർ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ വരാൻ പോകുന്ന സീസണിലും ഉണ്ടാകാൻ പോകുന്നൊരു മേജർ സ്പോയിലർ കിട്ടിയിട്ടുണ്ട്. അത് ഓൾമോസ്റ്റ് എല്ലാവർക്കും കിട്ടിക്കാണും എന്നെനിക്ക് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അത്രയ്ക്കും ടോക്സിക് ആയിട്ടുള്ളൊരു ഫാൻഡം JJKയ്ക്ക് ഉണ്ട്. പക്ഷേ അപ്പാർട്ട് ഫ്രം ദാറ്റ് ഈ ഒരു സീസൺ 2 വാസ് ബ്രില്യൻറ്റ്. ഒരു തരി പോലും ചിന്തിച്ച് നോക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും നടന്നിട്ടുണ്ട്. എൻ്റെ മോനെ ഇപ്പം എന്താണ് സംഭവിച്ചതെന്ന് പറഞ്ഞ് കണ്ണ് ചിമ്മിരിക്കുക. അതായത് ഒരു പർട്ടിക്കുലർ സീൻ കണ്ടിട്ട് ഇങ്ങനെ ഇരിക്കുക, നമ്മൾ ഇമോഷണൽ ആകും, ഗൂസ് ബംസ് കിട്ടും. അതുപോലെ തന്നെ ഒരുപാട് ഇമോഷൻസ് ഒരൊറ്റ സിംഗിൾ സീസണിലൂടെ ഇവർ നമ്മളെ ഒരുപാട് ഇമോഷൻസിലൂടെ കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് 100% വർക്കൗട്ട് ആയിട്ടുമുണ്ട്. അപ്പം ജുജുത്സു കൈസൻ്റെ സീസൺ 2 പറ്റി പറയാനാണെങ്കിൽ വേറെ ലെവൽ. ഇറ്റാഡ് ഒരു യൂജിയുടെ ക്യാരക്ടറൊക്കെ വേറെ ലെവലായിട്ട് ഡെവലപ്പ് ആയിട്ടുണ്ട്. കൂടാതെ കുറച്ച് പുതിയ ക്യാരക്ടേഴ്സിനെ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഈ ഇൻട്രൊഡ്യൂസ് ചെയ്ത ക്യാരക്ടേഴ്സിന് തന്നെ ഒറ്റ സീസൺ കൊണ്ട് നല്ല ഡെവലപ്മെൻറ്റ്സ് കൊടുക്കുന്നുണ്ട്. 1, 2, 3, 4 എപ്പിസോഡിലൊക്കെ വന്നു പോകുന്ന ക്യാരക്ടേഴ്സിനെ പോലും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അത്രയും ഡെപ്ത് ഫീൽ ചെയ്യും. അവർക്ക് അത്രയും വലിയൊരു ഡെപ്ത് ഇതിൻ്റെ ക്രിയേറ്റേഴ്സ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ആൻഡ് ഇതിൻ്റെ മാങ്ക ക്രിയേറ്റർ ആയിട്ടുള്ള ഗെഗെ പുള്ളിയെ നമിച്ചിരിക്കുകയാണ്. എൻ്റെ പൊന്നെണ്ണ, സീസൺ 1 ഒരു നറൂത്തോ വൈബൊക്കെ അടിച്ച് പോയതാണ് ഞാൻ. പക്ഷേ സീസൺ 2 എത്തിയപ്പോഴത്തേനും എങ്ങനെ എന്താണ് ഈ എഴുതിക്കൂട്ടി വെച്ചേക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെ എന്ത് ആർട്ടാണ്, എന്ത് വാങ്ങാണ്ടിയാണ് ഈ സീസൺ 2 കാണിച്ചു വെച്ചേക്കുന്നത് അറിഞ്ഞൂടാ. കാരണം ഒരു തുള്ളി പോലും എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള മനസ്സിനെ ചഞ്ചലപ്പെടുത്തി കുഞ്ചിതമാക്കി കൊന്നു കളയുന്ന മറ്റിടത്തെ സംഭവങ്ങളാണ് സീസൺ 2 ആൻഡ് അദ്ദേഹം ബ്രില്യൻ്റ് ആയിട്ട് സംഭവം ചെയ്ത് വെച്ചിട്ടുണ്ട്. പറയാണ്ടിരിക്കാൻ വയ്യ. കണ്ടിരിക്കുന്ന പ്രേക്ഷകനെ എങ്ങനെ ഹിറ്റ് ചെയ്യണം, കണ്ടിരിക്കുന്ന പ്രേക്ഷകനെ എങ്ങനെ കൊള്ളിക്കണം എന്നുള്ള നല്ല ബോധ്യം ഇതിൻ്റെ ക്രിയേറ്ററിനുണ്ടായിരുന്നു. അത് നല്ലപോലെ അവർ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ സീസൺ 1 പോലെ തന്നെ ഒരു ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് വൈബിലൂടെയാണ് പോകുന്നത്. സീസൺ 1 എനിക്ക് ബാക്ക്ഗ്രൗണ്ട് സ്കോർ അത്ര കാര്യമായിട്ട് ഇഷ്ടപ്പെട്ടില്ല. സീസൺ 2 അതുപോലൊക്കെ തന്നെയാണ്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ വലിയൊരു സംഭവമായിട്ട് ഫീൽ ചെയ്തില്ല. പക്ഷേ അതൊരു ഡിഫറെൻറ്റ് സ്റ്റൈലാണ് യൂസ് ചെയ്തതെന്ന് തോന്നുന്നു. എന്തൊക്കെയാണെങ്കിലും മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ ആനിമെ ഹിസ്റ്ററിയിലെ വൺ ഓഫ് ദ ബെസ്റ്റ് സീസണായിട്ട് നമുക്ക് ഈ ഒരു ജുജുത്സു കൈസൻ്റെ ഷിബുയ ഇൻസിഡൻറ്റിനെ എടുത്തു വെക്കുവാൻ സാധിക്കും. അത്രയും ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു സീസൺ, അത്രയും ഗംഭീരമായിട്ടുള്ളൊരു സീസൺ. നിങ്ങൾ JJKയുടെ സീസൺ 1 കണ്ടിട്ട് സീസൺ 2 കാണാണ്ടിരിക്കുവാണെങ്കിൽ മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക. ഡോണ്ട് മിസ് ദിസ് സീസൺ. ഇത് കണ്ട് തീർത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ എന്ത് എക്സ്പീരിയൻസ് ആണ് കിട്ടിയെന്നും പറയുക. കാരണം ഇതുപോലത്തെ ആനിമെ എക്സ്പീരിയൻസ് ഒക്കെ എനിക്ക് വല്ലപ്പോഴുമാണ് കിട്ടുന്നത്. ലാസ്റ്റ് ടൈം എനിക്ക് തോന്നുന്നു അറ്റാക്ക് ഓൺ ടൈറ്റാൻ ഓരോ എപ്പിസോഡും ഇങ്ങനെ ഇരുന്ന് കണ്ടുപോയ സമയത്താണ് ഇത്രയും ഗംഭീരമായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് കിട്ടിയത്. ആൻഡ് അതിനുശേഷം ഇത്രയും വെയിറ്റ് ചെയ്ത് ഓരോ എപ്പിസോഡുകളും കണ്ട് കൺകുളിർന്ന് ഇങ്ങനെ നിൽക്കുന്നത് ഇത് ആദ്യമായിട്ടാണ്. ആൻഡ് ഇതിൻ്റെ ക്ലൈമാക്സ് ഒക്കെ, അതായത് ഈ ഒരു സീസൺ 2 ഒക്കെ കൊണ്ട് അവസാനിപ്പിച്ച് വെച്ചിരിക്കുന്നതും വേറെ ലെവലായിട്ടാണ്. ഇനി വരാൻ പോകുന്നത് നമ്മൾ ഇതുവരെ കണ്ടതിൽ നിന്നും വലിയ സംഭവങ്ങളാണെന്നൊക്കെ പറഞ്ഞു വെക്കുന്ന ഒരു ക്ലൈമാക്സ്. ആൻഡ് ബ്രില്യൻറ്റ്, വണ്ടർഫുൾ, ഒരു രക്ഷയില്ല. പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്, പക്ഷേ പറയുന്നില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.